ലഡാക്കിലെ സമരം, പ്രത്യേകിച്ച് യുവാക്കളുടെ സമരം മറ്റൊരു ദിശയിലേക്ക് നീങ്ങുകയാണ്. അതിലൊരു ഭീകരവാദം, തീവ്രവാദ ബന്ധവും കൂടി ഇപ്പോൾ കടന്നു വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആവശ്യമായ എല്ലാവിധത്തിലുള്ള പിന്തുണയും ഞങ്ങൾക്ക് നൽകണം. കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അങ്ങനെ ഞങ്ങളോടൊപ്പം നിങ്ങളും വരിക, നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്. വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തപ്പോൾ, വാങ്ചുക്ക് എന്ന് പറയുന്നത് പരിസ്ഥിതി പ്രവർത്തകനാണ്, 59 വയസ്സാണ്. അദ്ദേഹം ലഡാക്കിലെ ഈ കലാപത്തിന് ആഹ്വാനം ചെയ്തത് വാങ്ചുക്കാണെന്നുള്ളൊരു വാർത്തയുണ്ട്. അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. രാജസ്ഥാനിലെ ജോധ്പൂരിലേക്ക് ആദ്യം അജ്ഞാത കേന്ദ്രത്തിൽ കൊണ്ടുപോയി, പിന്നെ രാജസ്ഥാനിലെ ജോധ്പൂരിലേക്ക് കൊണ്ടുപോയി. DGPയുടെ നേതൃത്വത്തിലാണ് ഇന്നലെ ഉച്ചയ്ക്ക് 2:30 DGP സിംഗ്വാളിൻ്റെ നേതൃത്വത്തിലാണ് ഈ വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തത്. പക്ഷേ പ്രശ്നം അവിടെയല്ല. അദ്ദേഹത്തിന് പാകിസ്ഥാൻ ബന്ധമുണ്ടെന്നും പാകിസ്ഥാനിലെ ഭീകരവാദികളുമായി ബന്ധമുണ്ടെന്നുള്ള വാർത്ത സ്ഥിരീകരിക്കപ്പെട്ടതല്ലെങ്കിലും പുറത്തു വന്നിട്ടുണ്ട്. അത് വളരെ ഗൗരവതരമായൊരു വാർത്തയാണ്. തീർച്ചയായിട്ടും പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്ന അപ്പെക്സ് ബോഡി, ലേ അപ്പെക്സ് ബോഡി, ലേ അവിടുത്തെ തടാകം എന്നുള്ള അർത്ഥം, ലേ അപ്പെക്സ് ബോഡിയും LABയും കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസും KDAയുമാണ് ഈ പിന്നെ അവർ ഈ ബഹളമുണ്ടാക്കുന്നത്, പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തുള്ളത്. ഇവരെ രണ്ടുപേരെയും കേന്ദ്ര ഗവൺമെൻറ് ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. ഇന്നായിരുന്നു ചർച്ച നടക്കേണ്ടിയിരുന്നത്. പക്ഷേ അത് സെപ്റ്റംബർ 29 ആ ചർച്ച മാറിയിട്ടുണ്ട്, തിങ്കളാഴ്ചത്തേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ചർച്ച ഇങ്ങനെ വച്ചിരിക്കുന്നതിനിടയ്ക്കാണ് ഈ കലാപം അവിടെ പൊട്ടിപ്പുറപ്പെട്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ആ കലാപത്തിൽ ഈ പങ്കെടുത്തിരിക്കുന്ന വാങ്ചുക്ക് എന്ന് പറയുന്ന അദ്ദേഹമാണ് അതിൻ്റെ ആഹ്വാനം ചെയ്തത്. അദ്ദേഹം 10 ദിവസം സത്യാഗ്രഹവും കടന്നു, നിരാഹാരവും കടന്നു. 10ൻ്റെ അന്നാണ് അതിൻ്റെ തലേ ദിവസമാണ് അത് പിൻവലിച്ചപ്പോഴാണ് വലിയ കലാപം അവിടെ ഉണ്ടായത്. അപ്പോൾ ഒരു സാമൂഹ്യ സാഹചര്യം ഉണ്ടാക്കുന്നതിന് ഈ വാങ്ചുക്ക് ഇടപെട്ടു എന്നുള്ളതാണ്. അതുപോലെ തന്നെ സന്നദ്ധ സംഘടനയായ സ്റ്റുഡൻസ് എഡ്യൂക്കേഷനോ ആൻഡ് കൾച്ചറൽ മൂവ്മെൻറ്റ് ഓഫ് ലഡാക്ക് ഇദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ളൊരു സ്ഥാപനമാണ്. അതുപോലെ ഹിമാലയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആൾട്ടർനേറ്റീവ് ലഡാക്കും വിദേശകാര്യ സഹായവും ധനസഹായവും മേടിക്കുന്നു എന്നുള്ളൊരു വാദവുമുണ്ട്. അപ്പോൾ വിദേശത്തുള്ളവരുടെ ബന്ധമുണ്ട്, പാകിസ്ഥാൻ്റെ ബന്ധമുണ്ട്, വിദേശ ധനസഹായമുണ്ട്. അപ്പോൾ ഇത് വലിയ തോതിലാണ് ഈ ഒരു സന്നദ്ധ സംഘടന ഉണ്ടാക്കി പരിസ്ഥിതി എന്നൊക്കെ പറഞ്ഞിറങ്ങി വലിയ തോതിലാണ് കലാപത്തിന് ആഹ്വാനം ചെയ്തു എന്നുള്ള ഗൗരവതരമായ വിഷയമായിട്ട് ലഡാക്ക് വിഷയം വന്നിട്ടുണ്ട്. അതിൻ്റെ വേറൊരു ഡയമെൻഷനിലേക്ക് അത് മാറുകയാണ്. അത് പാകിസ്ഥാൻ ഭീകരവാദവും പാകിസ്ഥാൻ തീവ്രവാദവും കൂടി അതിനകത്തേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ മറ്റൊരു രൂപത്തിൽ ലഷ്കർ തോയ്ബയുടെയോ അല്ലെങ്കിൽ പിന്നെ പാകിസ്ഥാനിലെ മറ്റ് ഭീകര സംഘടനകളുടെയൊക്കെ രൂപം മാറിയിട്ട് മറ്റൊരു രൂപത്തിലേക്ക് ഈ കാര്യങ്ങൾ വന്നിരിക്കുകയാണ് എന്നുള്ളതാണ് വരുന്ന വാർത്ത. അതുകൊണ്ട് തന്നെ വാങ്ചുക്കിൻ്റെ അറസ്റ്റ് പല സ്ഥലത്ത് അദ്ദേഹത്തെ കൊണ്ടുപോയിരിക്കുന്നു. അജ്ഞാത കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി, രാജസ്ഥാനിലെ ജോധ്പൂരിലേക്ക് കൊണ്ടുപോകും എന്ന് കേൾക്കുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ അറസ്റ്റിലൂടെ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാൻ സാധ്യതയുണ്ട്. ദേശവിരുദ്ധ പ്രക്ഷോഭം നടത്താൻ ആഹ്വാനം ചെയ്തു എന്ന് പറഞ്ഞാണ് വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കെന്തായാലും കാത്തിരുന്നു കാണാം.